ടെക്നോളജി എന്ന് വെച്ചാൽ സ്ത്രീത്വത്തെ പറ്റി ഒരു ധാർമ്മികമായ ധാരണ വേണം. തീർച്ചയായിട്ടും. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. குட் மார்னிங் தீபு. வெரி ஷூர் ஃப்ரெண்ட். காலையில முதல்ல தேடிட்டு இருக்க ஆளை காணோம். ഇവിടെ ഇവിടെയൊക്കെ കറങ്ങിടപ്പുണ്ടായിരുന്നു. உனக்கு இப்ப இங்கே டியூட்டி? ആമാ. ഹലോ. ஹாய். ஓகே. ഹായ്. ഗുഡ് മോർണിംഗ് സർ. மார்னிங் சார். Deepak is from your place, sir. യെസ് ഐ നോ. അഡീഷണൽ ചീഫ് സെക്രട്ടറി നാരായണ സാറിന്റെ സൺ. ഇപ്പൊ ഫൈനൽ ഇയർ അല്ലേ? യെസ് സർ. നാരായണ സാറിന്റെ മോൻ അച്ഛനെ പോലെ സിവിൽ സർവീസിന് പോകാതെ ഈ അതിഥി സൽക്കാരം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് ഞാൻ ഇന്റർവ്യൂവിന് ചോദിച്ചിരുന്നു. ആം ഐ റൈറ്റ്? സർ. ഹോസ്പിറ്റാലിറ്റി ഒരു കലയാണ് ആൻഡ് യു ഗോട്ട് റിയൽ ടാലന്റ് ഓൺ ഇറ്റ്. താങ്ക് യു സർ. ഹാവ് എ നൈസ് ജേർണി. താങ്ക് യു. அப்பா என்ன காம்ப்ளிமெண்ட். டைரக்டர் சாருக்கு உன்னை ரொம்ப பிடிச்சிருக்கு. அவருக்கு நிஜமா உனக்கு ஜோடியா ஒரு பொண்ணு இருக்கு இல்லையா? ആ ഒരു മകൾ ഇറുക്ക്. പക്ഷെ അതിനെ കിട്ടിയാൽ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. என்ன? അതിന് 2 വയസ്സ് മട്ടും ഇറുക്ക്. മൂപ്പര് ലേറ്റ് മാരേജാ. മധുരക്കനി, മൈ ഡാർലിംഗ്, എന്നതാ ഒരു ഗൗരവം? എൻ ഉയിരേ, എൻ ശ്വാസക്കാറ്റേ. ഹേയ്, നീ ഇങ്ങനെ അന്ത്യശ്വാസം വിടാതെ. நோ, என்கிட்ட பேச வேணாம். ഡോണ്ട് വറി മധുരക്കനി, നിജമാ ഞാൻ ഉന്നെ കൈവിട മാട്ടേൻ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാർ എന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? சி, போடா. എന്താ മധുരക്കനി പിണങ്ങിപ്പോയത്? ഞാന് അവളെ മട്ടും കാതലിക്കണം. കാതൽ മന്നൻ മൊത്തത്തിൽ ഇവിടെ കൊളവാക്കുന്നുണ്ട്. നിനക്കെന്താ ഡ്യൂട്ടി ഇല്ല? പിന്നെ റെസ്റ്റോറന്റില്. എന്നാ ചെല്ല്. അല്ല, ഞാൻ ഇടയ്ക്കൊന്നൊന്ന് മുങ്ങിയതാണ്. നമ്മുടെ ചില അവനെവിടെ മൂർത്തി? ഫസ്റ്റ് യു ടേക്ക് സം ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, സാൾട്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. സാർ നമുക്ക് ഇതിന്നൊരു മോചനം വേണ്ടേ? സാർ ഈ ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓർഡർ ചെയ്ത് 65 മിനിറ്റ് കഴിഞ്ഞ് കിട്ടുന്നതല്ലേ ചിക്കൻ 65? സാർ നമുക്കെന്തുകൊണ്ടൊരു പുതിയ പരീക്ഷണം നടത്തിക്കൂടാ? സാർ ശ്രദ്ധിക്കുന്നില്ല. താൻ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന് ഈ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ അല്പം സാമ്പാർ പൊടിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും വഴുതനങ്ങയൊക്കെ ഇട്ട് എന്താ അതിന് തെറ്റ്? നമുക്കൊരു പുതിയ ഡിഷ് കിട്ടില്ലേ? എന്ത് ഡിഷ്? ചിക്കൻ സാമ്പാർ. ഞങ്ങളുടെ ഇല്ലത്ത് പതിവായിട്ട് ഇതെല്ലാം ഉണ്ടാക്കണേ. എന്ത് ചിക്കൻ സാമ്പാറോ? ചിക്കനിലല്ലാണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഇല്ലേ? താൻ ഒരു കാര്യം ചെയ്യും. റെഡിയാക്കട്ടെ സാർ. അതെ, ചിക്കൻ സാമ്പാർ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. താൻ പോയ പ്ലേറ്റുകൾ ഒന്ന് കഴുകി വെക്കും. സാർ ഞാനൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. എന്റെ മാനം സാറൊന്ന് കഴുകി. പോയി കഴുകിയോ? ആ ചിക്കൻ തന്നിട്ട് പോ. കോഴി. യു കം. வெத்தல போட்ட ஷோக்குல நான் கப்பன குத்தன மூக்குல அட வந்தது பாரு ரத்தம் இந்த அமர மனசு சுத்தம் வாரா பஜ்ஜி இறக்கும் அமர வந்து நின்றா சரக்கும் அப்பசும் பேர சொன்னா தானே சோடா பாட்டில் பறக்கும் இன்னுം അച്ചായന്റെ ഉന്നം തെറ്റി. നീ ലേഡീസിനെ നിർത്തി നോക്കൂ, അച്ചായന്റെ ഉന്നം തെറ്റുകയില്ല. അത് പറ. അബ്ബാസൂട്ടാ, എന്നതാ അച്ചായോ? നമ്മുടെ മൂത്താപ്പ ഒന്നിങ്ങ് പോന്നോട്ടെ. ഇതാണ് നമ്മുടെ സ്ഥിരം മൂത്താപ്പന്റെ വല്യാപ്പ. അതെന്നാടാ? കഴിച്ചോക്ക്. ഒരു 1.5 മുതലാ മോനെ. ആ കൂട്ടുകാരാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ 2 എണ്ണം. ഒരു വസ്തുവിനും കൊള്ളില്ലല്ലോ. ഓ, നിനക്ക് കച്ചവടം ഉണ്ടാ ഞങ്ങൾ ഇത് കഴിച്ച ചാവണല്ലോ. അതെ, ആണുങ്ങളായ വല്ലപ്പോഴെങ്കിലും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ചിലപ്പോ ചത്തു എന്നൊക്കെ വരും. ലിയോ അച്ചായോ? ഉവ്വോ. അബ്ബാസ് മോനെ, നീ ആണടാ ഒറിജിനൽ പാൻ പ്രാഗ് വാല. താങ്ക് യു. നമ്മുടെ വല്യാപ്പയില് 4 എണ്ണം പാഴ്സൽ പോന്നോട്ടെ. റെഡി. നിന്നെ അങ്ങോട്ടൊക്കെ കെട്ടിയെടുത്തിട്ട് കുറെ നാളായല്ലോടാ. നിങ്ങളുടെ ഹൗസ് ഓണറല്ലേ ആ കിളവന് ഞാൻ തമ്മിൽ തീരെ ശരിയാവില്ല. ഇന്നാള് ഞാൻ ആ കോണിപ്പടി കയറിയപ്പോ വീട് കുലുങ്ങിന്നും പറഞ്ഞാൽ എന്നെ പൂരത്തെറി. अब्बास, मेरा बीरा. कब का रेडी हो गया? ओके. लीजिए मैडम. थैंक यू. I love you.